സോ ഗൈസ്, 18 വയസ്സിന് താഴെ കാണുന്ന കൂട്ടുകാരന്മാരോടും പെങ്ങന്മാരോടും അനിയന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഗൈസ് പ്ലീസ് സ്കിപ്പ് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. ഇത് ഇച്ചിരി കൂടെ ഹയർ മെച്യൂരിറ്റിയും ഒരുപാട് എന്താ പറയണ ന്യൂഡിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കിനെ കുറിച്ച്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഗെയിം ബൈ നീൽ സ്ട്രോസ്. എൻ്റെ മോനെ, ഇത് അന്യായ ഒരു ബുക്ക് കേട്ടോ. ദിസ് ഇസ് 400 എത്ര പേജസ് ഉണ്ട്. എനിക്കൊന്ന് 4 ദിവസത്തിനുള്ളിൽ ഞാൻ വായിച്ചിരുന്നു. ബിക്കോസ് ഐ വാസ് ടു എക്സൈറ്റഡ് ടു റീഡ് ദിസ് ബുക്ക്. ഒന്നാമത്തെ കാര്യം, ഈ ബുക്ക് സെഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സെഡക്ഷനെ കുറിച്ച് ഒരുപാട് ബുക്ക് ഉണ്ട്. ഇപ്പം റോബർട്ട് ഗ്രീൻ്റെ സെഡക്ഷൻ ഉണ്ട്, മാർക്ക് മാൻസന്റെ മോഡൽസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സമ്മറിയും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ പറയാൻ പോവാ, ഇവരൊക്കെ തിയറിസ്റ്റുകളാണ്. ഇവരൊക്കെ ചിന്തിച്ച് അങ്ങനെ സെഡ്യൂസ് ആവും. ബട്ട് ഗൈസ്, നീൽ സ്ട്രോസ് എന്ന് പറഞ്ഞ മച്ചാനാണ് വൺ ഓഫ് ദി വേൾഡ്സ് ബെസ്റ്റ് പിക്കപ്പ് ആർട്ടിസ്റ്റ്. PUAs, പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് സ്ലെപ്റ്റ് വിത്ത് മോർ ദാൻ 100 വിമൻ 1000 വിമൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തുടങ്ങണേ ഈ ബുക്ക് തന്നെ. അതൊന്നും ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറയല്ല. പക്ഷെ അങ്ങനെ ഒരു പിക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ബുക്കാണ് ഗൈസ് ഇത്. എനിക്ക് അത് പറയാനുള്ള, ഇൻ റോങ് ഹാൻഡ്സ് ഐ എം വെരി സോറി. ദിസ് ഈസ് എ വെരി പവർഫുൾ ബുക്ക്. മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കൊച്ചു പിള്ളേരൊന്ന് വായിക്കാതിരിക്കാനും ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ദ വേ ഇറ്റ് ഇസ് റിട്ടൺ. നീൽ സ്ട്രോസ് എന്ന് പറഞ്ഞ തുടക്കത്തിൽ ഓതറായിരുന്നു. പുള്ളി എല്ലാവരുടെയും കണക്ക് ഒരു AFC, ആവറേജ് ആയിട്ടൊരു മെയിലായിരുന്നു. മച്ചാന് പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷേ അവരൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു, ഓൺലൈൻ ബേസ്ഡ് കമ്മ്യൂണിറ്റി. അങ്ങനെ കമ്മ്യൂണിറ്റി രൂപീകരിച്ച് മച്ചാൻ്റെ ഫിയറിനെ ഒക്കെ ഓവർകം ചെയ്ത് വിമനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി. ആൻഡ് പുള്ളി അതിനെക്കുറിച്ച് സൈക്കോളജിക്കലിയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങനെ പഠിച്ച്. ആൻഡ് ടോം ക്രൂസിന് വരെ പിക്കപ്പിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ള മച്ചാനാണ് നീൽ സ്ട്രോസ്. എനിക്കറിയാം, നിങ്ങൾക്ക് നീൽ സ്ട്രോസ് എന്ന് പറഞ്ഞ ഒരാളെ അറിയാമെങ്കിൽ എനിക്ക് ഇത്ര എംഫസൈസ് ചെയ്യേണ്ട ആര്യമില്ല. നീൽ സ്ട്രോസിനെ കുറിച്ച് എനിക്ക് ഇതിൽ ബുക്ക് വായിക്കുന്നതിന് മുന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ, ദ വേ ഇറ്റ് ഇസ് റിട്ടൺ. ഈ മച്ചാൻ നമ്മളെ ബുക്കിൽ സെഡ്യൂസ് ചെയ്യും. കാരണം ആ ഓരോ ചാപ്റ്ററിന് എൻഡിലും പക്കായിട്ട് ഹുക്കിടും. ഓരോ സെൻറ്റൻസിലും ഹുക്കിട്ട് നമ്മളെ ക്യൂരിയോസിറ്റി അടുപ്പിക്കുക. ഈ മച്ചാൻ അറിയാം. സൂപ്പറായിട്ട് എഴുതിയേക്കണ, ഒരുപാട് ഭയങ്കര കട്ടിയുള്ള ലാംഗ്വേജും കാര്യങ്ങളൊന്നുമില്ല, ആർക്ക് വായിക്കാൻ പറ്റും. ഇനിയും ഈ ബുക്ക് എന്തിനെക്കുറിച്ചാണ് പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഒരു ആവറേജ് ആയിട്ടൊരു മച്ചാൻ അവൻ്റെ ഒരു സറൗണ്ടിങ്സിൽ വളർന്നെത്തി. അവിടെ നമ്മുടെ കേരളത്തിലുള്ള ആമ്പിള്ളേരുടെ കണക്ക് വി ആർ സ്കെയർഡ് ടു അപ്രോച്ച് വിമൻ. നമ്മൾ പെണ്ണുങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനും സംസാരിക്കാനും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷം മുന്നേ എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഓക്വേർഡ് അടിക്കും. ആ ഒരു സ്റ്റേറ്റിലൂടെ ഒക്കെ ആയിരുന്നു മിക്കവരും. എനിക്കറിയാവുന്ന ഫ്രണ്ട്സും എല്ലാം. വി ആർ നോട്ട് നാച്ചുറൽസ്. നാച്ചുറലി നമ്മൾ അത്ര ഇടപഴകിയ യൂസ് ടു അല്ല. നമ്മുടെ സൊസൈറ്റിയിൽ കൺസ്ട്രെയിൻസ് ആയിരിക്കും. അങ്ങനെ അതേപോലുള്ളൊരു മച്ചാനാണ് നീൽ സ്ട്രോസ്. പുള്ളി ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. പുള്ളി കോൾഡ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി വിമനെ. പുള്ളി ഒരുപാട് പേരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സൈക്കോളജി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ആൻഡ് അതൊരു അഡിക്ഷനായി തുടങ്ങി. പുള്ളി സ്റ്റാർട്ടഡ് ഹണ്ടിങ് ഇറ്റ്. അഡിക്ഷനായി തുടങ്ങി. അവസാനം മച്ചാൻ ഡിപ്രസ്ഡ് ആയ ഒരു കഥയായത്. ദിസ് ഇസ് ആക്ച്വലി എ റിയലി ഗുഡ് ട്രൂ സ്റ്റോറി. ഇതിനകത്ത് ഒരുപാട് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. പുള്ളി ജനറലി പറയുന്ന ഒരുപാട് റൂൾസിനകത്ത് 2 ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ റൂൾ എന്ന് പറയുമ്പോൾ, എപ്പോഴും ഒരു വിമനെ അപ്രോച്ച് ചെയ്യുമ്പം നെവർ അപ്രോച്ച് ഫ്രം ബിഹൈൻഡ്. ഓൾവേസ് അപ്രോച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. രണ്ടാമത്തെ, AMOG, ആൽഫ മെയിൽ ഓഫ് ദ ഗ്രൂപ്പ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടേക്ക് ഒരു AMOG അല്ല, ഒരു ആൽഫ മെയിലുള്ള ഒരു ഗ്രൂപ്പിനെ, അതിനകത്തൊരു ചിക്കനെ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾ ഒരുപാട് എടുക്കേണ്ട കോഷ്യൻസും കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് നിങ്ങൾ സംസാരിക്കുക. അവിടെ നിങ്ങൾക്കൊരു എസ്പെഷ്യലി ഒരു ഫീമെയിലിനെ അട്രാക്റ്റീവായിട്ട് തോന്നി, അപ്പോൾ അവരോട് ഒരിക്കലും ഡയറക്റ്റ്ലി ഒന്ന് അപ്രോച്ച് ചെയ്യില്ലേ. നിങ്ങൾ ബാക്കിയുള്ള സറൗണ്ടിങ്സ് ആൾക്കാരുമായിട്ട് എല്ലാം മാക്സിമം സംസാരിച്ച് റിലേഷൻ ബിൽഡ് ചെയ്ത്, എന്നിട്ട് അതേസമയം അവരെ ഇടയ്ക്കിടയ്ക്ക് നെഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണി കോംപ്ലിമെൻറ്റ്, അല്ലെ ഒരു ചെറിയൊരു ചൊറി എന്നൊക്കെ പറയാം. നിന്റെ മൂക്ക് പിനോക്കിയോട് കണക്കിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ചെറിയ സൈക്കോളജിക്കൽ ഹുക്കും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു ബുക്കാണ് ഇത്. പിന്നെ ഷാമൻസ് റൂളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണ്ണി നോക്കിക്കൊണ്ടിരുന്ന് ബ്രീത്തിങ് ഒരേപോലെ ആക്കിയ ഷാമൻസ് റൂൾ അനുസരിച്ച് ഫ്രണ്ട് ഫോർ ലൈഫ്, അങ്ങനത്തെ ഒരുപാട് ഡീപ്പ് സൈക്കോളജിക്കൽ റിലീജിയസ് ആസ്പെക്റ്റിനകത്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്ര പറയുള്ളൂ, ഈ പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി കൊണ്ടുവന്നതിനകത്ത് മെയിൻ ഒരാളാണ് നീൽ സ്ട്രോസ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് പ്രോജക്റ്റ് ഹോളിവുഡും അങ്ങനത്തെ ഒരുപാട് വലിയ നിലയിലേക്കൊക്കെ എത്തി.
അത് വലിയൊരു ജോബും കൾച്ചറും ഒക്കെ എടുത്തതിന് ഒരു ലെജൻഡ്, നോട്ട് ലെസ് ദാൻ ലെജൻഡാണ് നീൽ സ്ട്രോസ്. അതുകൊണ്ട് നീൽ സ്ട്രോസിൻ്റെ ഈ ബുക്ക്, ഇഫ് യു തിങ്ക് യു സ്ട്രഗിൾ വിത്ത് വിമൻ, സൂപ്പർ ഗൈഡാണ്. ധൈര്യമായിട്ട് പോയി മേടിക്കാം, വായിക്കാം. പക്ഷെ ഇതൊന്നും മിസ്യൂസ് ചെയ്യാതിരിക്കാതെ, ദിസ് ഇസ് എ വെരി പവർഫുൾ ഗൈഡ് ഓൾസോ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാനുണ്ട്, നീൽ സ്ട്രൗസ് ഡിപ്രസ്ഡ് ആയി. കാരണം അവൻ ഈ ഹണ്ടും അവൻ പിന്നെ ലേഡീസിനെയും ചിക്സിനെയും കാണുമ്പോൾ പ്രോസ്പെക്ട്സ് ആയിട്ട് തോന്നി തുടങ്ങി. മനസ്സിലായോ? ഹീ കുഡിൻ ഫൈൻഡ് ലവ്, ഹീ ഓൺലി സോ ഒബ്ജെക്ട്സ്, ഐ നീഡ് ടു ഹണ്ട് ദിസ്, ഐ നീഡ് ടു ഹണ്ട് ദിസ്. അങ്ങനത്തെ ഒരു മൈൻഡിലേക്കൊക്കെ പോയി അവസാനം ട്രൂ ലവ് കിട്ടാതായി. പിന്നെ പുള്ളിക്കാർ ഒരുപാട് ബ്രേക്ക് എടുത്തു. ഫൈനലി ഹീ ഈസ് മാരീഡ്, ഗുഡ് ഫോർ ഹിം. സോ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ബുക്കിനെ വായിക്കുമ്പം ഗൈസ് ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് റീഡ് ദിസ്. എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കേണ്ട താല്പര്യമൊന്നുമില്ല. സോ 5 മിനിറ്റ് ഞാൻ ഇത് ബളബളാന്ന് പറഞ്ഞ് വലിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് വായിക്കാം. ആൻഡ് അഗെയിൻ എബോവ് 18 റീഡാണ്. ഞാൻ എൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജ് ചിക്സ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്റെസ്പെക്റ്റ് അല്ല, ഇപ്പോൾ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് പറഞ്ഞത്. നോ ഒഫെൻസ്, പെണ്ണുങ്ങൾ കാണുവാണെങ്കിൽ ഐ എം റിയലി സോറി. അത്രേ പറയുള്ളൂ. സോ ഗൈസ്, 3 ഹിയർ, ദ ഗെയിം ബൈ നീൽ സ്ട്രോസ്, വൺ ഓഫ് ദി ബെസ്റ്റ് പിക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്. പുള്ളിക്കാരൻ അത് ഗൈഡ് ബൈ ഗൈഡ് അഡ്വൈസും തരുന്നുണ്ട്. അതേസമയം നമുക്ക് അത് എന്ത് പറയുന്നുണ്ട്, ഇതിനൊക്കെ ഹണ്ട് ചെയ്യാനോ ചേസ് ചെയ്യാനോ നിന്നൊക്കെ നിനക്ക് പണിയും കിട്ടുമെന്ന് പറയുന്നു. സോ ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു, ശ്രീ.